ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അടവെച്ച 60-ആം കോഴിയും മകളും വിരിഞ്ഞിറങ്ങുന്ന ഒരു വീഡിയോ. അപ്പോൾ അതിന് താഴെ നമ്മൾ ഒത്തിരി പേര് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതേടാ കൈരളിക്കോഴിയാണ്. ഈ കോഴി അട വെക്കുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴി അട ഇരുന്നോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊരു ദിവസം പറഞ്ഞതാണ്, നമ്മളിത് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞതാണ് കൈരളിക്കോഴി അട വെച്ചതിന് ശേഷം വീണ്ടും ഒരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. വീണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി എന്തായി കൈരളിക്കോഴിയുടെ വിശേഷങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ്, നമ്മുടെ ഈ കോഴിയെക്കുറിച്ച് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അതെ, നമ്മുടെ കൈരളിക്കോഴി നല്ല വൃത്തിയായിട്ട് അടയിരിക്കുന്നുണ്ട്. മറ്റുള്ള കോഴികളൊക്കെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി തന്നെ നമ്മുടെ കൈരളിക്കോഴി അടയിരിക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ള കോഴികൾ ഇരിക്കുന്നതിനൊക്കെ കൂടുതൽ ഭംഗിയായി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളിതിന് തീറ്റ എടുക്കാനായിട്ട് രാവിലെ നമ്മളിതിനെ പിടിച്ച് കൊണ്ടുപോയി തീറ്റയും വെള്ളവും ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി വെച്ച് അവിടുന്ന് തീറ്റ തിന്ന ഉടനെ തന്നെ നേരെ വന്ന് ഇവിടെ മുട്ടയിലിരിക്കും. അത്രയും കെയറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മറ്റുള്ള കോഴികളൊക്കെ ആണെങ്കിൽ തീറ്റ എടുക്കാനായിട്ട് അവർ ഇറങ്ങിപ്പോയി ഒന്ന് കറങ്ങി കുറച്ചൊക്കെ കറങ്ങി വന്നതിന് ശേഷമാണ് മുട്ടയിൽ വന്നിരിക്കാറുള്ളത്. പക്ഷേ ഇത് തീറ്റ എടുത്ത് വെള്ളം കുടിച്ച് ഒന്ന് രണ്ട് ചിക്കി ചെനക്കലൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഇവിടെ ഇരിക്കും. പക്ഷേ ഞാൻ ഇത്രയും കരുതിയിട്ടില്ല, ഇത്രയും ക്ലിയറായിട്ട് അട ഇരിക്കുന്നു കരുതിയിട്ടില്ല. കാരണം ഒരു വർഷത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് മുട്ടിട്ടുകൊണ്ടിരിക്കുന്നൊരു കോഴിയായിരുന്നു. ആദ്യമായിട്ടാണ് അടയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അട ലക്ഷണത്തിൽ തന്നെ നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണ് കാണാൻ പാടില്ലാത്ത അസീലും അതിൻ്റെ കുഞ്ഞുങ്ങളും സുഖമായിട്ട് ഓടി നടക്കുന്നുണ്ട്. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായി, കുഞ്ഞുങ്ങളെന്തായി എന്നുള്ളത്. 8 കുഞ്ഞുങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു, സുഖമായിട്ട് അവർ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ബ്രോഡറിൻ്റെ ഈ ഷീറ്റിനകത്താണ് ഇട്ടിരുന്നത്, അതൊക്കെ വിട്ടു അവിടെ നിന്നൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഇവിടെ തീറ്റയും വെള്ളം വെച്ച് കൊടുക്കും. ഇവിടുന്ന് തീറ്റയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങി തൊടിയിലൊക്കെ പോയി ചെനക്കി അവർക്ക് വേണ്ടതൊക്കെ തിന്നതിന് ശേഷം അവർ വീണ്ടും കയറി വരും. ഇപ്പോൾ അതേ വീണ്ടും പുറത്തുനിന്ന് കയറി വന്നിരിക്കുകയാണ് കേട്ടോ, അകത്തേക്ക് കയറി വന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കോഴി വിരിഞ്ഞിറങ്ങുന്നതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് കാണാത്ത ആളുകൾ ഐക്കാർഡിലോ അല്ലെങ്കിൽ മുമ്പ് ഉള്ള വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണണേ. 8 കുട്ടികളും ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരുപാട് പേര് നമ്മുടെ കൈരളി കോഴിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ